കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊ അമ്മ ഡ്രസ് ചെയ്ത് ഇവന്റിന് പോകുന്നുണ്ടെങ്കിൽ അതിന് ഞാനാ കാരണം. അതുകൊണ്ടല്ലേ നീ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ വാങ്ങി തരുന്നേ? അല്ലെങ്കിൽ തന്നെ നീ മാത്രമല്ല എന്നെ ഹെൽപ്പ് ചെയ്തത്. ഭാസ്കരേട്ടൻ, ഭാവന ചേച്ചി, നിന്റെ അഖിൽ ചെറിയച്ചൻ, നിന്റെ കാർത്തിക ചെറുമയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാരും ഹെൽപ്പ് ചെയ്തിട്ടല്ലേ അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചത്? എന്ന് വെച്ചാ ഞാൻ ഒരാള് കാരണമല്ല ഇതൊക്കെ നടന്നെന്നല്ലേ പറയുന്നേ? എല്ലാരും ചേർന്ന് സമ്മതിപ്പിച്ചെന്നാ ഞാൻ പറഞ്ഞേ. ഓക്കെ, അമ്മ ഇപ്പൊ ഇവന്റിന് പോവാത്ത രീതിയില് ഞാൻ തടയുന്നത് കാണുന്നുണ്ടോ? വേണ്ട ഉണ്ണി, നീ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തെന്ന് വരും. നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ പറയും, ഞാൻ വാങ്ങിത്തരാം. ഉമ്മ വേണം എനിക്ക്. എന്താന്ന്? ഒരു കിസ് അമ്മേ. അമ്മ ഇപ്പൊ എത്ര ഹാപ്പി ആയിട്ടാ ഇരിക്കുന്നറിയോ? പോരാഞ്ഞിട്ട് അമ്മയെ കാണാൻ ഇപ്പൊ എത്ര ഭംഗിയാണെന്നോ. അമ്മ ഇങ്ങനെ കണ്ടിട്ട് ഒരുപാട് നാളായി അമ്മേ. നമ്മളീ വീട്ടിലോട്ട് വന്ന ഒരുപാട് സന്തോഷായിട്ടിരിക്കുമെന്ന് ആ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞായിരുന്നു. അത് സത്യമാണ് അമ്മ. ഇപ്പൊ നമ്മൾ രണ്ടുപേരും എത്ര സന്തോഷത്തിലാ ഇവിടെ ഇരിക്കുന്നത്. ഈ സന്തോഷം ഞാൻ കാരണോ അമ്മൂമ്മ കാരണോ ഒന്നും അല്ല അമ്മ, അച്ഛൻ കാരണോ. നമ്മൾ രണ്ടുപേരും ഇത്രയും സന്തോഷത്തിലിരിക്കാൻ കാരണം അച്ഛൻ തന്നെ അമ്മ. ആദ്യം തൊട്ട് അച്ഛൻ നമ്മൾ രണ്ടുപേരും എപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടല്ലേ ഇരുന്നത്. അച്ഛനമ്മ എന്ത് സ്നേഹത്തിലാ നോക്കുന്നത്. എന്നെ കിഡ്നാപ്പ് ചെയ്തപ്പോ അച്ഛൻ സഹായിച്ചു. ഞാൻ ഹോസ്റ്റലിലോട്ട് പോയപ്പോ എന്നെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു. ക്രിക്കറ്റിൽ അച്ഛനെ അമ്മ ഔട്ടാക്കിയെങ്കിലും അച്ഛൻ അത് സ്പോർട്ടീവായിട്ടല്ലേ എടുത്തത്. അമ്മമ്മ നമ്മളോട് സ്നേഹത്തിൽ പെരുമാറാൻ കാരണവും അച്ഛൻ തന്നെയല്ലേ അമ്മ. ഇന്നമ്മ ഇവന്റ്സിന് പോലും കൂട്ടിക്കൊണ്ട് പോകുന്നില്ലേ അച്ഛൻ. അതെ ഉണ്ണി, ഈ വീട്ടിലേക്ക് വരുമ്പോ എന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് പേടിച്ചിരുന്നു. പക്ഷെ ഞാനിപ്പോ ഒരുപാട് ഹാപ്പിയാ. സത്യത്തിൽ നമ്മുടെ സന്തോഷത്തിന് കാരണം അദ്ദേഹമാ. അദ്ദേഹം നിന്റെ കാര്യങ്ങളും എന്റെ കാര്യങ്ങളും നന്നായി ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ ഏട്ടൻ സാധിച്ചു തരും. നമ്മൾ എന്ത് തന്നെ തെറ്റ് ചെയ്താലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം. നമുക്ക് ചുറ്റും ഒരു സുരക്ഷാ വലയം പോലെ നിന്ന് നമ്മളെ സന്തുഷ്ടരാക്കുക. എന്റെ അച്ഛനും അമ്മയും നമ്മളെ എങ്ങനെ നോക്കിയിരുന്നോ അവരെക്കാൾ നന്നായി നമ്മളെ അദ്ദേഹം നോക്കുന്നുണ്ട് ഇപ്പോ. അദ്ദേഹത്തെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല, പകരം കൊടുത്താലും മതിയാവില്ല. അദ്ദേഹത്തോടുള്ള കടമ നമുക്ക് തീർക്കാൻ പറ്റില്ല. അദ്ദേഹം നമ്മളെ വിചാരിക്കുന്നതിനേക്കാൾ വലിയ മനുഷ്യനാ, വലിയ മനസ്സിന്റെ ഉടമയാ. ഒറ്റ വാക്കിൽ നമ്മൾ പറയുവാണെങ്കിൽ അദ്ദേഹം നമുക്ക് ദൈവമാണ്. അമ്മേ, അച്ഛനെ പറ്റി ആലോചിച്ചോണ്ടിരുന്ന് എനിക്ക് ഉമ്മ തരേണ്ട കാര്യം മറന്നു പോവല്ലേ. അത് പോട്ടെ, പെട്ടെന്ന് നിനക്ക് ഉമ്മ തരണമെന്ന് പറഞ്ഞത് എന്താ കാരണം? അമ്മ ഒരുപാട് സന്തോഷത്തിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ടാ. അമ്മയെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ടെന്ന്. ഉണ്ണി, സത്യായിട്ടാ അമ്മ. ഞാൻ സ്കൂളിൽ കോമ്പറ്റീഷന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ അമ്മ എനിക്ക് ദൃഷ്ടി ഒഴിഞ്ഞായിരുന്നില്ലേ? അതെ ഉണ്ണി, എല്ലാവരുടെയും കണ്ണ് നിന്റെ മേലെ തന്നെ ആയിരുന്നില്ലേ? അതേപോലെ ഇന്ന് എല്ലാരും അമ്മ തന്നെ ആയിരിക്കില്ലേ നോക്കുന്നുണ്ടായിരിക്ക. അമ്മ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് ദൃഷ്ടി ഒഴിഞ്ഞു തരാം അമ്മയ്ക്ക്.
എന്താ എടുത്തി ചെയ്തോണ്ടിരിക്കുന്നേ? ഏട്ടൻ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. എന്തോ ഒരു അത്യാവശ്യമുള്ളത് കൊണ്ട് രാവിലെ തന്നെ ഇവിടുന്ന് പോയി. എന്താ ഏട്ടത്തി, അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏട്ടത്തി മരുമകളായിട്ട് വന്നതു മുതൽ ഏട്ടന്റെ ആവശ്യം എനിക്ക് പിന്നെ ഉണ്ടായിട്ടേ ഇല്ല. അമ്മയായാലും അച്ഛനായാലും ഏട്ടനായാലും ഏടത്തി ആയാലും എനിക്കെല്ലാം നിങ്ങൾ തന്നെയല്ലേ. അതിനു മാത്രം ഞാൻ എന്താ ചെയ്തത് ഏട്ടത്തി? എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് നിങ്ങൾ നിങ്ങളെ വാഗോണ്ട് തന്നെ പറയാണല്ലോ. എന്തോ ഒന്നും ചെയ്യാത്ത പോലെ ചോദിക്കുന്നേ? ചെയ്ത കാര്യങ്ങൾ ഏട്ടത്തി മറന്നുപോയി കാണും, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റുമോ? എന്താടി കാർത്തികേ, ഞാൻ പറഞ്ഞതല്ലേ? പറഞ്ഞായിരുന്നു ആന്റി, പറഞ്ഞായിരുന്നു. പിന്നല്ലാതെ അമ്മ ചെയ്ത കാര്യങ്ങളെല്ലാം ആന്റി എന്നോട് പറഞ്ഞു. അതെ മോളെ, പേരിന് വേണ്ടിയാ ഏടത്തിയും നാത്തൂനൊക്കെ. സത്യം പറഞ്ഞ ചേച്ചി അനിയത്തിയും പോലെയാ. എല്ലാം ഏട്ടത്തിയുടെ സ്നേഹം കൊണ്ടാ. അത് പോട്ടെ ഏടത്തി, ഏട്ടത്തി എപ്പോഴെങ്കിലും ചുരിദാർ ഇട്ടിട്ടുണ്ടോ? ഞാനെന്തിനാ ഏട്ടത്തി ഇപ്പൊ ചുരിദാർ ഇടുന്നേ? എന്താ അങ്ങനെ ചോദിച്ചേ? അതല്ല, കല്യാണത്തിന് മുമ്പേ ഉള്ള കാര്യ. കല്യാണത്തിന് മുമ്പേ ഇടുമായിരുന്നു, അതിനുശേഷം സാരിയാ. അതല്ലാതെ വേറെ ഡ്രസ്സൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല ഏട്ടത്തി. ഏടത്തി, അവളിപ്പോ ചുരിദാർ ഇട്ടിരിക്കുക. ആര്? ഏടത്തിക്ക് അറിയില്ലേ? അറിയാക്കി പിന്നെന്തിനാ ഞാൻ ചോദിക്കുന്നേ? അത് പിന്നെ ഏടത്തി, അപ്പൊ ഏടത്തി അറിയാതെയാണ് അവള് ചുരിദാർ ഇട്ടേ. ആര് ചുരിദാർ ഇട്ട കാര്യമാ ഏട്ടത്തി പറയുന്നേ? വേറെ ആര്? ആ വാസു. അവളിപ്പോഴും സാരിയാണല്ലോ ഉടുക്കാറ്. ഇന്നലെ വരെ സാരിയാണ് ഉടുത്തിരുന്നത് ഏടത്തി, പക്ഷെ അവള് ഇന്ന് ചുരിദാർ ഇട്ടിരിക്കുന്ന. അവള് ഈവന്റ് ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോവല്ലേ, അവളുടെ സൗകര്യത്തിന് വേണ്ടി ഇട്ടതായിരിക്കും. എന്തിനു വേണ്ടി ഇട്ടതാണെങ്കിലും ഏടത്തിയോടൊരു വാക്ക് ചോദിക്കണ്ടേ? ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തേക്ക് പോയാ ആ വീട്ടിലെ ജയന്തിയുടെ മരുമോള് എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് നാട്ടുകാർ മൊത്തം ചോദിക്കില്ലേ ഏടത്തി? ഇന്ന് ചുരിദാർ ഇട്ടത് ഏടത്തി അനുവദിക്കുകയാണെങ്കിൽ നാളെ ജീൻസും ടീഷർട്ടും ഒക്കെ ആയിരിക്കും ഇടാൻ പോകുന്നത്. പിന്നെ അത് മിഡിയും ടോപ്പും ആവും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആവും. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഏത് രൂപത്തിലാ വന്ന് നിൽക്കുന്നതെന്ന് അറിയില്ലല്ലോ ഏടത്തി. നമ്മുടെ കാർത്തികയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ജീൻസും ടീഷർട്ടാ ഇട്ടിരുന്നത്. കല്യാണത്തിന് ശേഷം സാരി മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ വസൂൻ എന്താ ഇത്ര അഹമ്മതി? നാളെ ഇവന്റിന് വരുന്ന ആൾക്കാരെല്ലാം തന്നെ സംസ്കൃതി ഇവന്റ്സ് നടത്തുന്ന വീട്ടിലെ പെൺപിള്ളേര് ആചാരവും സംസ്കാരം ഇല്ലാത്ത വീട്ടിലെയാണെന്ന് പറഞ്ഞു നടക്കില്ലേ? ശരി, ഏട്ടത്തി പറഞ്ഞ പോലെ വസു അവളുടെ സൗകര്യത്തിന് വേണ്ടിയാ ചുരിദാർ ഇട്ടെന്ന് കരുതാം. പക്ഷെ ഇടണോ വേണ്ടയോ എന്നുള്ളത് ഏട്ടത്തിയോട് ഒരു വാക്ക് ചോദിക്കായിരുന്നല്ലോ. വസുവേട്ടത്തി അമ്മയോട് ചോദിച്ചിട്ടുണ്ടാവും. എന്താ ഏടത്തി, അവള് ചോദിച്ചോ? അത് ചിലപ്പോ വസുവേട്ടത്തി അഭിയേട്ടനോട് ചോദിച്ചിട്ടാവും ചുരിദാർ ഇട്ടിട്ടുണ്ടാവുക. അപ്പോ ഏട്ടത്തിയോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലേ? അത് ശരി, അപ്പൊ പ്രധാനപ്പെട്ട കാര്യമൊന്നും ഏട്ടത്തി അറിയിക്കാത്തവള് ഈ വിഷയം പറയാൻ തോന്നുന്നുണ്ടോ? അതെന്ത് വിഷയമാ? വേണ്ട, അത് വിട ഏടത്തി. അറിഞ്ഞ ഏടത്തിയുടെ മനസ്സ് വേദനിക്കും. പറയേട്ടത്തി. വസു ഇവന്റ് ജോലിയൊക്കെ ചെയ്യുമെന്ന് ഏടത്തിക്ക് എപ്പോഴാ മനസ്സിലായത്? ഇന്നലെ രാത്രി. ഇന്നലെ കഴിക്കാൻ നേരത്തല്ലേ ആ വിഷയം വന്നത്. അമ്മ എന്തായി പറയുന്നേ? വസുവേട്ടത്തിയെ കൊണ്ട് ഇവന്റ് ചെയ്യിക്കണോന്ന് 2 ദിവസം മുൻപ് ഭാസ്കരേട്ടനും അഭിയേട്ടനും പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഭാവന എടുത്ത് എന്നോട് പറഞ്ഞിരുന്നു. എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അവസാനം നിങ്ങളോട് എന്നോട് ഏട്ടനോടും പറഞ്ഞിരിക്കുക എടുത്തി.
ഞാൻ വിചാരിച്ചത് ഈ കാര്യം അമ്മയ്ക്ക് അറിയാന്ന് ആന്റി. നിന്റെ അമ്മായി ഒരു പാവായി പോയില്ലേ മോളെ? എടുത്തി പഴയ ആളായത് കൊണ്ടാ. വെളുത്തതൊക്കെ പാല്, തെളിഞ്ഞിരിക്കുന്നൊക്കെ വെള്ളമെന്ന് വിശ്വസിക്കുന്നേ. ഈ വീട്ടിലുള്ളവർക്ക് സങ്കടം വന്നാലും എടുത്തിയുടെ മനസ്സ് വേദനിക്കുന്നത്. അതുകൊണ്ടാ ഏടത്തി അന്ന് വസുവിന് ഓയിന്റ്മെന്റ് കൊടുത്തത്. പാവം, അതൊരു അവസരമായി കണ്ട് വസു മുതലെടുക്കുക. എന്ത് ചെയ്യാനാ, എന്റെ ഏടത്തി ഒരു പഞ്ചപാവായി പോയില്ലേ? വസുവേട്ടത്തി ഓഫീസിലേക്ക് പോവാൻ റെഡിയായി. ഈ കാര്യമെങ്കിലും വസു ഏട്ടത്തിയോട് വന്ന് പറഞ്ഞോ ഇല്ലയോ? അത് ചിലപ്പോ പറഞ്ഞിട്ട് പോവാം, പറയാതെയും പോവാം. അതിപ്പോ നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ആന്റി? വസു എന്ത് ഭംഗിയുണ്ടെന്നറിയോ? പഴയ വസുവിനെ പോലെ ഉണ്ട്. ഒന്ന് പോ ചേച്ചി, എല്ലാവരും എന്നോട് ഇങ്ങനെ പറയാ. സുന്ദരായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ അങ്ങനെ പറയുന്നത്? വൈകിട്ട് വീട്ടിൽ വന്നിട്ട് നിനക്ക് ദൃഷ്ടി ഒഴിയണം. ഇപ്പൊ ഉണ്ണി ഇത് തന്നെ എന്നോട് പറഞ്ഞത് ചേച്ചി. ആണല്ലോ, അപ്പൊ ഞാൻ കള്ളം പറഞ്ഞല്ലെന്ന് മനസ്സിലായല്ലോ. അത് പോട്ടെ, അഭി എന്താ പറഞ്ഞത്? നിനക്കിങ്ങനെ നാണം വരണമെങ്കില് എന്തോ വലിയ കോംപ്ലിമെന്റ് തന്നെയാ പറഞ്ഞത്. പ്ലീസ് 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 പറ. കെട്ടിപ്പിടിച്ചായിരുന്നോ അത് കെട്ടിപ്പിടിച്ച ഉമ്മ വന്നായിരുന്നോ? പോ ചേച്ചി. അത്രയ്ക്ക് സീക്രട്ട് ആണെങ്കില് പറയണ്ട, വിട്ടേക്ക്. പിന്നല്ലാതെ ഇത്ര സുന്ദരിയായിരുന്ന ആർക്കാ സഹിക്കാൻ പറ്റുന്ന? എനിക്ക് തന്നെ കടിച്ചു തിന്നാൻ തോന്നുവോ നിന്നെ? വെറുതെ എന്നെ കളിയാക്കാതെ ചേച്ചി. നിന്നെ പുകഴ്ത്തിയാലും അത് കളിയാക്കുന്നതാണോ? ഭാവനെടുത്തി ബസ് എടുത്തി അവിടെ പോയി. ഓഫീസിൽ പോണം, ഇതേ ടൈമായി. ബസ് എടുത്തിയത് എവിടെയാ? ഇവിടെ ഒന്നും കാണുന്നില്ല. അഖിൽ, ഓ മൈ ഗോഡ്, എടുത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ കാർത്തികയുടെ ഫ്രണ്ട് ആയിരിക്കും കരുതിയത്. ഇന്ന് എല്ലാവർക്കും എന്നെ കിട്ടിയുള്ളൂ അല്ലേ? സോറി എടുത്തി, പെട്ടെന്ന് തിരിച്ചറിയാത്തോണ്ടാ. ഇത് ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ അഖിൽ. ശരിക്കും എടുത്തി, വല്ലെടുത്തി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ബസ് എടുത്തിവിടെ തർക്കിക്കാൻ വയ്യ. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് പെട്ടെന്ന് വസുവിനെ കണ്ടപ്പോ ഹോസ്റ്റലിൽ നിന്ന് എന്റെ മോള് വന്നു കരുതിയത്. ഇത് ഇത്തിരി കൂടുതലാണെന്ന് തോന്നില്ലേ? അന്നൊരു ദിവസം എടുത്തി ഉണ്ണിയോടൊപ്പം ചേർന്ന് എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തല്ലേ? അത് മറന്നു പോണ്ടേ എടുത്തി? ആ കാര്യം നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ അഖിൽ? അത് മറക്കാൻ പറ്റുമോ? എടുത്തി എന്നെ പേടിപ്പിച്ചു കളഞ്ഞില്ലേ? മര്യാദയ്ക്ക് മുഴുവൻ പൈസ എടുത്തു വെക്കണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യും? ഇവിടെ തന്നെ കുഴിച്ചു മൂടും. കുഴിച്ചു മൂടുമെന്ന് അപ്പൊ ഞാൻ തീരുമാനിച്ചതാ, അഭിയേട്ടനും വസു എടുത്തിയെ യോജിച്ച ആളെന്ന്.
വസുന്ധര, ടൈം ആവുന്നു, പോയാലോ? ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഇപ്പൊ വരാം. ശരി, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. എഴുത്തി ഡെയിലി ഇങ്ങനെ വേണം ഓഫീസിലേക്ക് വരാൻ. ഓഫീസ് വെച്ച് കാണാം. ബൈ ഭാവന എടുത്തി. ബൈ. ഓഫീസിൽ പോവാനെ ഇങ്ങനെ റെഡിയായെങ്കില് നാളെ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും പോകുന്നത്? ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാ ഇങ്ങനെ റെഡിയായേ. എന്ന് ഞാനിങ്ങനെ റെഡിയാകുകയൊന്നുമില്ല. ദിവസവും ഇങ്ങനെ തന്നെ റെഡിയാകണം. നമ്മുടെയൊക്കെ അബി ഏതോ കോളേജ് സ്റ്റുഡന്റിന്റെ കൂടെ കറങ്ങി നടക്കുവാണെന്ന് എല്ലാവരും പറയണം. ഒന്ന് പോ ചേച്ചി. ശരി, ലേറ്റ് ആവുന്നുണ്ട്. നീ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം അമ്മേ. എന്നെ അനുഗ്രഹിക്കണം. കാല് പിടിച്ച് അവളെല്ലാം നശിപ്പിച്ചല്ലോ. അപ്പോ ഇതുവരെ നമ്മള് അമ്മയ്ക്ക് കൊടുത്ത ഇഞ്ചക്ഷൻ എല്ലാം വേസ്റ്റ് ആയി പോയല്ലേ? സന്തോഷമായി പോയിട്ട് വാ. നല്ലത് വരട്ടെ. ഈ ജോലിയിലെ തുടക്കം ഐശ്വര്യമായിരിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹവും പിന്നെ അബി കൊടുക്കുന്ന കരുതലുമാണ് നമ്മുടെ വസുവിന്റെ സംരക്ഷണം. ചേച്ചിയായിട്ട് നീ ഇവൾക്ക് ആശീർവാദം കൊടുക്കുന്നില്ലേ? സ്നേഹമുള്ള അമ്മയുടെ അനുഗ്രഹത്തെക്കാള് വലുതായിട്ട് വേറെന്താ ഉള്ളത്? ഇവളാണെങ്കി നമ്മുടെ കഷ്ടപ്പാടിലെ മുഴുവൻ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആന്റി സപ്പോർട്ട്, വസു ഏട്ടത്തേക്ക് ഭാവന ഏട്ടത്തി സപ്പോർട്ട്. അത് പോട്ടെ, ഇന്നെന്താ ചുരിദാറിട്ടിരിക്കുന്നേ? അത് നാളെ നടക്കാൻ പോകുന്ന ഇവന്റ്സിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യണ്ടേ അമ്മേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഈസി ആയിട്ടും കംഫർട്ടായിട്ടും ജോലി ചെയ്യാൻ വേണ്ടിട്ടാ ചുരിദാർ ഇട്ടത്. വസു ഈ ഡ്രസ്സില് നല്ല ഭംഗിയുണ്ടല്ലേ അമ്മേ? സുന്ദരിയായിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം സാരിയല്ലേ മോളെ ഉടുക്കേണ്ടത്? ഒരു പെണ്ണിന് അഴക് മാത്രമല്ല, ഐശ്വര്യവും സാരി ധരിക്കുന്നതാ. അമ്മ പറയുന്നത് ശരി തന്നെയാ. സാരി ഉടുത്തിട്ട് ഓഫീസിൽ ജോലിയൊക്കെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാ. ഒരുപാട് പെൺകുട്ടികൾ ഓഫീസിലേക്ക് സാരി ഉടുത്തല്ലേ പോകാറ്? എല്ലാവരും അങ്ങനെ പോകുന്നുണ്ടെങ്കിലും എനിക്ക് സാരി അത്ര കംഫർട്ടബിൾ അല്ല അമ്മേ. അങ്ങനെയല്ല മോളെ. വെയിറ്റ് ചെയ്യാം. അദ്ദേഹം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അമ്മേ. ഞാൻ പോയിട്ട് വരട്ടെ. ശ്രദ്ധിച്ചു പോണേ മോളെ. വാ വസു, ഞാൻ നിന്റെ കൂടെ അവിടെ വരെ വരാം.